ഫ്രണ്ട്സ് അതാ നമ്മുടെ മിൻഷ സ്കൂൾ വിട്ട് വരുന്നുണ്ട്. സ്കൂൾ വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ നടക്കലാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് നമ്മൾ സാധാരണ ഈ തറവാടിന്റെ ആയിക്കൂടെയാണ് ഫ്രണ്ട്സ് പോലെ കുറച്ച് മുന്നിൽ പോയി ഇതാ ആയിക്കൂടെ പോയ നമ്മളുടെ വീടെത്തുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഫാദർ നമ്മളെ കൊണ്ടുപോയില്ലപ്പാ. ഫ്രണ്ട്സ് നമ്മൾ പോവാണ്. നമ്മളങ്ങനെ വീട്ടിലെത്തി. ഇന്നൊരു മതിയായ ദിവസമായിരുന്നു. അതല്ല കൊറേ എഴുതിയില്ല ഫ്രണ്ട്സ്. പിന്നെ ഒന്ന് മലയാളം ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ ശരിക്കും എഴുതി. അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അസംബ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ പീരീഡ് അസംബ്ലി ആയിരുന്നു. അവിടെ ഞാൻ ഇരിക്കുകയായിരുന്നു. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ചോദ്യപാത്രം നമ്മൾ കഴുകാൻ വെക്കുകയാണ് ഫ്രണ്ട്സ്. ഇതാ ഞാൻ എൻ്റെ ചോദ്യപാത്രത്തിൻ്റെ ഒരു അവസ്ഥ കാണിച്ചു തരാം. ഇതൊക്കെ ഫ്രണ്ട്സ് ഇതിൻ്റെ ഇതൊക്കെ പോയി കണ്ടോ. ഈ ഒരു ഇവിടെ സ്മൈലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തോ താത്ത അങ്ങനെ എന്താണ് എന്തേന്നു വാട്ട് ബ്യൂട്ടിഫുൾ ലൈഫ് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഫ്രണ്ട്സ് കണ്ടോ. ഇതൊക്കെ പകുതി പോയി. അപ്പോൾ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞത് മൊത്തമായിട്ട് പോകും. എനിക്ക് എന്താ അറിയില്ല. അത് ഫ്രണ്ട്സ് കുറേ വശമുണ്ടായിരുന്നു. ഞാൻ അത്ര കഴിച്ചില്ല. കുഴപ്പമില്ല ഫ്രണ്ട്സ്. ഇനി സ്ഥിരമായിട്ടൊരു 10 മിനിറ്റ് ടി വി ആണ്. അപ്പോൾ നമ്മൾ ടി വി ആണ് പോകണം. റിമോട്ട് ഇവിടെ ഉണ്ടാവും. നമ്മുടെ ടി വി നമ്മൾ കുറച്ചു നേരം കാണുന്നതായിരിക്കും. കുളിക്കൊന്നും വേണ്ട മിൻഷ. മടിച്ചി അല്ല 10 ഇത് പരസ്യ. 10 minutes later. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഫ്രഷ് ആയി. ഇനി നമ്മൾ നിസ്കരിക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ ഓർഡർ കൊടുക്കാൻ പോട്ടെ. നമ്മൾ നമ്മുടെ ഊതൊക്കെ എടുത്തു. ഇനി ഞാൻ നിസ്കരിക്കാൻ പോകണം. നമ്മൾ നിസ്കാര റൂമിലേക്ക് പോകാൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ നിസ്കാര റൂം നമ്മൾ മേക്കോവർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളിത് ഫ്രണ്ട്സ്. ഇവിടെ മൊത്തം ഓറഞ്ച് അടിച്ചു. ഇതോടെ ശരിക്കും എന്താണ് ഈ കളറായിരുന്നു വെച്ചാൽ വൈറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ മൊത്തം നമ്മൾ എന്താണ് ഓറഞ്ച് അടിച്ചു. ഇവിടെ നമ്മൾ ഒരു ബ്ലാക്ക് അടിച്ചു. ഇവിടെയും ബ്ലാക്ക് അടിച്ചു, ഇവിടെയും ബ്ലാക്ക് അടിച്ചു. അങ്ങനെ ഇപ്പൊ റൂം മൊത്തം ഓറഞ്ച് ആയി ഫ്രണ്ട്സ്. നമ്മൾ മെല്ലെ മെല്ലെ മേക്ക് ഓവർ ചെയ്യണം നമ്മുടെ വീട്. നമ്മൾ മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഹോം ടൂർ വേണ്ടവർ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇന്ന് നിസ്കരിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഉച്ചക്ക ടൈമിൽ നമ്മൾ സ്കൂളിൽ ഇട്ട് വന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മമ്മി എന്താണ് സാൻഡ്വിച്ചിനുള്ള മസാലയാണ്. സാൻഡ്വിച്ചിനുള്ള മസാലയാണ് മമ്മ. ഇല്ല കേട്ടോ, എനിക്ക് നല്ല വിഷമൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ സ്കൂളിൽ ഞങ്ങൾക്ക് 1 മണിക്ക് 12:30 എത്തിയാണ് ഫ്രണ്ട്സ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 മണി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും വിശക്കും. ഞാൻ മാത്രമേ ഫ്രണ്ട്സ്. അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇങ്ങനത്തെ സ്നാക്കുകൾ ഞാൻ ചോറൊന്നുമില്ല. എനിക്ക് ചോറ് പോലെ. പക്ഷെ ബ്രെഡ് ന്യൂട്ടല്ല അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇഷ്ടമല്ലമ്മ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ളൂ എനിക്കൊക്കെ. ഇതെന്താ ചിക്കനാണോ ബീഫാണോ? ചിക്കനാണ്. ചിക്കൻ ബ്രെഡ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഞാൻ അതില് മസാല ആക്കിയാണ്ട് മിൻഷുവിനെ പറ്റിച്ചാ വിചാരിച്ചു. മസാല ആരും വന്നിട്ട് മിക്കവാറും റഹതായിരിക്കും. ഇനി വേറെന്താ പിന്നെ എനിക്ക് ഉറുമാമയുണ്ടായിരുന്നു ഇവിടെ. ശരിക്കും ഇതൊക്കെ മീൻസിലാണ് ഉണ്ടാക്കിയാണ്. വെറും മടി അടുക്കളയെ കയറൂല മീൻസ. സ്കൂളിലല്ല സ്കൂൾ വിട്ടിട്ടോ കളിക്കേ. മീൻസ് ലോഗോ ടൈപ്പാണോ അടുക്കളയെ കയറൂല ഈ മീൻസ. അടുക്കളയ്ക്ക് എന്തെങ്കിലും ഗ്ലാസ് അത് ഭയങ്കര പണിയൊന്നും ഇല്ല കേട്ടോ. മീൻസ് എന്തൊക്കെ ചെയ്യണ്ട അടുക്കളയില്?
ബ്രെഡില് ന്യൂട്രല തേക്കും. ഞാൻ നാരങ്ങ അത് ഭയങ്കര പണിയാ. ഞാൻ നാരങ്ങ ഇന്നലെ ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഇതുമ്മ എനിക്ക് രണ്ടെണ്ണം വേണ്ടിയില്ല. അല്ല ഇതിന്റെ അല്ല ഒന്ന് ഇൻക്കുള്ളാണ്. അല്ല ഉള്ളിൽ മസാല വെച്ചിട്ട് അല്ല ഞാൻ രണ്ടെണ്ണം തിന്നേ. ഞാൻ രണ്ടെണ്ണം തിന്നലുണ്ട്. ഈ രണ്ടെണ്ണം തിന്നണ്ട കേട്ടോ. ഞാൻ തിന്നലില്ല. എനിക്ക് കുറച്ച് ഇത് മനക്കാക്കുള്ള എനിക്കാണ്. സോസ് ഇട്ടാണ് നമ്മൾ മനക്ക് സോസ് ആണോ? പിന്നെ നമ്മൾ സോസ് വയ്ക്കുകയാണ്. ഓക്കെ ഇത്ര മതിയില്ലേ? കൂടി പോയോ? നമ്മൾ കുറച്ച് മനക്കാക്കുള്ള എനിക്ക് കുറച്ച് ഓൾക്ക് കൊറേ കിട്ടണില്ലേ. മനക്ക് സോസ് ഇഷ്ടല്ലല്ലോ. ആരാ എനിക്ക് സോസ് ഇഷ്ടല്ലാന്ന്? കുറച്ചും കൂടി ഗാർലിക് സോസും വേണല്ലേ? ഗാർലിക് സോസും വേണം. പക്ഷെ നമ്മൾ കുഴപ്പമില്ല. നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ ഇതാക്കണ്ടേ, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാലും നല്ല കുട്ടിയാവുള്ളൂ എല്ലാരും ഉള്ളത് വെച്ച്. അല്ല മനക്കാകെ കൊടുത്തില്ല. ഈ സോസ് ഞാൻ തീർക്കും. എന്താ പറയുക ക്ഷേമോടെ ഇൻകാണെന്ന് പറഞ്ഞാണ്ട് അവള് മെല്ലെ ഒളയ്ക്കുന്നതേക്കും. കണ്ട കുറച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഇത്ര മതി മനക്കാക്ക് മതി. സോസ് പകുതി കുറച്ചും കൂടി മസാല മതി. അത്ര മതി. നല്ല മസാല. രണ്ടുപേർക്ക് നാളെ മസാല ഉണ്ടല്ലോ അല്ലട്ടോ. കൊറേ വെച്ചോളൂ. ഇത്ര വെക്കാൻ പാടുണ്ടമ്മ? അപ്പൊ ഒന്ന് തിന്നാല് വയറ് വേഗം. ഇനി നമ്മൾ ഈ ബ്രെഡ് കവർ ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയി. അതെ കാക്കാക്ക് നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ട് അത് അക്കറി ഉണ്ട് കാക്കാക്കാണ്. അപ്പൊ ഇനി ഞാൻ ഇത് ഇതിലേക്ക് വെക്കുകയാണ്. മനക്ക് ഇതിൽ തന്നെ ഓക്കെ. നമ്മൾ രണ്ടർക്ക് എടുത്തിട്ടുണ്ട്. ഇനി എന്തമ്മ? ഹായ് വേറെ ജ്യൂസിന്റെ ഇവിടെ ഒരു ഉമ്മാമ്പയുണ്ടേനെ. അപ്പൊ മിൻഷുവിന് സാൻഡ്വിച്ച് ജ്യൂസ് ഇല്ലാതെ ഞങ്ങള് കഴിക്കാതെ. അല്ല അപ്പൊ ഇൻകോ ബാക്കി കുറച്ചുണ്ട്. അത്രക്കും ഞാനും ഉച്ചത്തെ വിട്ട് കഴിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കാൻ പോണ കഴിക്കാം. ബൽക്ക് കൊടുക്ക്. ഈ ജ്യൂസ് പോമഗ്രാനൈറ്റ് ജ്യൂസാണ് നമ്മൾ കഴിക്കാൻ പോണത്. ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ ജ്യൂസ് എനിക്ക് ഭയങ്കര പോമഗ്രാനൈറ്റ് ജ്യൂസ് ലവേഴ്സിനെ കമന്റ് ചെയ്യാം. ജ്യൂസും സാൻഡ്വിച്ച് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. യമ്മിയാണോ മിൻസ? യമ്മിയാണ്. യമ്മി വാട്ടർമെലൺ ജ്യൂസ്. നമുക്ക് ജ്യൂസ് കുടിച്ച് കഴിച്ചിട്ട് കാണാം. ബൈ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാക്ക എന്നോട് ഒന്ന് കാക്കി ഒരു സാൻഡ്വിച്ച് പകുതി അങ്ങനെയാണ്. അപ്പൊ നമ്മൾ കുറെ ദിവസമായി ഒരു സാധനം വാങ്ങിച്ചു. അപ്പൊ ഇത് ഒരു മിക്കി മൗസ് ആണ്. വീർപ്പിക്കാൻ പറ്റിയൊരു മിക്കി മൗസ്. നമ്മൾ ബാംഗ്ലൂർ ഹാംലീസ് വാങ്ങിയത്. ഇത് മെയ്ഡ് ഇൻ ചൈന ആണ്. എങ്ങനെ വീർപ്പിക്കാന്ന് പോലും നമുക്ക് അറിയില്ല. അല്ല അത് ശരിക്കും മെയ്ഡ് ഇൻ ചൈന. സംഭവം ഇത് ഊതാൻ പറ്റിയ. ഇതാരോ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് മിൻസക്ക് അറിയില്ല ഫ്രണ്ട്സ്, നിങ്ങൾ കമന്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. എനിക്കറിയോ ഇത് കമന്റ് ചെയ്യണം എന്തിനാ? ഓക്കെ എന്താ ആകെ ഒട്ടിക്കണോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായത് പറയും. മനസ്സിലായോ? ഇല്ലല്ലോ, എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ അവിടെ വരയ്ക്കാലോ, അല്പത്തെ പൊട്ടിയാലോ. കഴിഞ്ഞ എത്ര ഉള്ളൂ? ഇത്ര എളുപ്പമുള്ളത് ഞാൻ മനസ്സായോ? ഇത്തിരി ഉള്ളു. ഇനി വലുതാക്കല്ലോ. നടക്കൂല. ആദ്യം ഇങ്ങനെ ആക്കണം.
ഇതെന്താ നമുക്ക് വെള്ളം നിറച്ച് കൂട്ടിക്കാം. അത് ബോയാണോ ബോ? വലിയ പമ്പ് കൊണ്ടാ. ഇവിടെ പമ്പ് കൊണ്ടാ. നിറച്ച കാറ്റ് പുറത്ത് കൊണ്ടോ. ഓലൊരു കിൽക്കാൻ പറ്റിയൊക്കെ ഫ്രണ്ട്സ്. ഇത് വിൻസക്ക് പറ്റിയ സാധനമാണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് ഞാൻ വിൻസക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ട് വാങ്ങിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ കമന്റ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സത്യത്തിൽ എന്താ സംഭവിച്ചു നമ്മൾ 3 വലിപ്പമാണ് വിചാരിച്ചത്. ഇത് വാങ്ങിയ നമുക്ക് ഇത്രയും കുറച്ച് കാറ്റ് എന്താ പറയാ ഫുഡ് കഴിക്കാത്ത വന്നിട്ട് കുറച്ച് എരിഞ്ഞു പോയിട്ട് തടിയില്ല ഫ്രണ്ട്സ്. കണ്ടോ ഇത്ര തടിയുള്ളൂ. കണ്ടോ ഇതിന് കുറച്ച് ഫുഡ് കൊടുക്കാം നമുക്ക്. അമ്മന്റെ അമ്മനെ നന്ന് പറ്റിച്ചല്ല കുട്ടിനെ ഒന്ന് പറ്റിച്ചു ഫ്രണ്ട്സ്. അമ്മനെ വാങ്ങിയപ്പോ അപ്പൊ മീൻസക്കാറ്റൂല കേട്ടോ. കറക്റ്റ് ആണ് ഫ്രണ്ട്സ്. അങ്ങോട്ടില്ല അങ്ങോട്ടില്ല. ഓ നിന്റെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ? കയ്യിൽ എത്ര വലിപ്പുണ്ടോ? എന്തായാലും കാറ്റ് താറയുണ്ട് ഫ്രണ്ട്സ്. അതിന് എത്ര വില? എനിക്കൊന്നും 2000 രൂപ 3000 രൂപ ഉണ്ടാവും തോന്നുന്നു. ഫാമിലീസ് നിന്നാണ് വാങ്ങിയത്. അതുകൊണ്ട് എന്തായാലും ആ വില പറ്റിച്ച തല കൊടിഞ്ഞിക്കണേ. അത് നിൻസ നോക്കിയില്ല ഫ്രണ്ട്സ്. അതാ പറ്റി. അതന്നെ കണ്ടോ ഇനിയെങ്കിലും വാങ്ങുമ്പോ നോക്കിക്കൂടെ. ഇതിന് 3 വയസ്സല്ലേ ഉള്ളൂ. കാറ്റെങ്കിലും നിറയട്ടെ ഫ്രണ്ട്സ്. അതെങ്കിലും നടത്തോക്കാം. ഓ മിൻസക്ക് ഒരു കാര്യം ചോദിച്ചാൽ ഇതെന്താ ഇതിന്റെ സുഖം എന്താ? ഇതിനാ മിൻസിന്റെ ബെഡിന്റെ അടുത്തൊക്കെ വെക്കാം. മിൻസക്ക് തലേന്റെ അടുത്തൊക്കെ വെക്കാം. തലയെ പൊട്ടിച്ചണ്ട് ഇതാക്കാം. നമുക്ക് ഇതിനോട് വള്ളൊക്കെ നടക്കട്ടോ. കഴിക്കണില്ലല്ലോ ഫ്രണ്ട്സ്. കുട്ടി ഭക്ഷണം കഴിച്ചാൽ തുപ്പുണ്ടാക്കാം ഫ്രണ്ട്സ്. അടികൂടി പോകണ്ടോ? ഇല്ലല്ലേ. ഈ കുട്ടി ഒടിഞ്ഞിക്കടേ. ഇത് കുറച്ച് ഒടിവ് കൂടുതലാണ്. അല്ല ഓട്ടന്റെ കൂടി കുറവുള്ളൂ ഫ്രണ്ട്സ്. ഒന്നെങ്കിൽ തല അങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ഒരിക്കലും മുടി കിൽക്കാൻ വേണ്ടി കയ്യൊക്കെ ഉണ്ടല്ലേ. കേറുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് നല്ലോണ്ട്. കുറച്ച് പുറത്തേക്കാണ് പോകുന്നത്. പോവല്ലേ. ഇപ്പൊ പൊട്ടും. പൊട്ടിയില്ല. നോട്ടെ. അങ്ങനെ നമ്മുടെ സാധനം റെഡി ആയിരിക്കണം. കരിക്കലുണ്ടോ നമ്മുടെ സാധനം? മിൻസക്ക് 1ാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്നു മിക്കി മൗസിന്റെ ട്രോഫി. മിന്നി മൗസിന്റെ അല്ല. അപ്പൊ കമന്റ് ചെയ്യാൻ പറഞ്ഞതോ? അതൊക്കെ കമന്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രണ്ട്സ്. എന്താ നല്ല വൃത്തിന് പ്രശ്നം വെച്ചാൽ തലക്ക് ഒരു ഒടിവുണ്ട്. കണ്ടോ തലക്ക് ബലം കുറവാണ്. ചെറിയ കുട്ടി ഇപ്പൊ ജനിച്ചതുള്ളൂ. കഴുത്തൊന്ന് ഉറക്കാണ്ട് ഫ്രണ്ട്സ്. അതാണ് നിന്റെ കൈതാ നിന്റെ കുട്ടി സൂക്ഷിച്ചു പോയി കേട്ടോ. നോക്കണം കേട്ടോ. ശരിക്കും ഭക്ഷണം കൊടുക്കൂലേ? അടി കിട്ടു കൊടുത്തില്ലെങ്കിൽ ഇനി 2 ദിവസം കഴിഞ്ഞത് വളർന്നല്ലെന്ന് പറയണം. എന്നാ കൊണ്ടുപോയി കേട്ടോ. അതെ അപ്പൊ ബാക്കി വീഡിയോ കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി എന്താണ് കാറ്റടിച്ചപ്പോ തല കുറച്ച് ഞാൻ കുറച്ചുകൂടി ഭക്ഷണമൊക്കെ കൊടുത്തു. ഇനിയാണ് മനസ്സിലാവുന്ന അടുക്കി. കണ്ടോ അവിടെ എവിടെ പോലും കുട്ടി നിൽക്കും. ഞാൻ എനിക്ക് മിക്കി മൗസ് ഫ്ലിപ്പ് ആണ്. ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന് വലുത് ഉണ്ടായിരുന്നു നമ്മുടെ തറവാട്ടിൽ. ഒരു ഷാർക്ക് ഓർമ്മ ഉണ്ടോ? ഡോൾഫിൻ. അല്ല ഡോൾഫിൻ. നമുക്ക് ക്വസ്റ്റ്യൻ ആണല്ലേ.
ഞാൻ കുറച്ചൊരു മേലക്കിട്ടോട്ടെ. ഇടട്ടെപ്പാ. ഒന്നും പറ്റാത്തിന്റെ കുട്ടി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പൊ സമയം 6:30 മണിയായി. ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അതിന്റെ ബാഗ് ഉണ്ട്. അപ്പോ നമ്മുടെ നാളെ എനിക്കൊരു ഫിസിക്സ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അതിനുള്ള പഠിക്കണം. അതിന് മുമ്പ് ഫ്രണ്ട്സ് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധനം. ഞാൻ ഒരു വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് വിംപിക്കിഡാണ് ഫ്രണ്ട്സ്. കണ്ടോ, ഇത് എൻ്റെ കയ്യിൽ 2 വിംപിക്കിഡിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് വാങ്ങി ഫ്രണ്ട്സ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് എത്ര 1950 ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഞാൻ ഇതിൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. ഇതിൽ 12 ബുക്സ് ആണ് ഫ്രണ്ട്സ് ഉള്ളത്. കാണിച്ചു തരാം. കണ്ടോ, ബോക്സ് ഓഫ് ബുക്സ്, ഡയറി ഓഫ് വിംപിക്കിഡ്. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇത് ഞാനിപ്പോ തന്നെ ഒരു ബുക്ക് വായിച്ച് തീർത്ത് ഫ്രണ്ട്സ്. ഇത് കുറച്ച് ഇപ്പൊ ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ വാങ്ങിച്ചിട്ട്. കണ്ടു, ഇതിൽ ഇത്ര ബുക്കുകളുള്ളത്. പിന്നെ നമ്മളൊരു മിസ്റ്റേക്ക് എടുത്തിയ ഫ്രണ്ട്സ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1015 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബുക്കുകൾ. കണ്ടോ, ഓൾഡ് സ്കൂൾ, ഡബിൾ ടൗൺ, ദി ലോങ് ഹാൾ, ക്യാബിൻ ഫീവർ, തേർഡ് വീൽ, നോവല്, പിന്നെ ഡോഗ്ലസ് ലാസ്റ്റ് ഡോഗ് ഗെറ്റ് അവേ, അങ്കിൾ റോഡ് ക്രൂസ് ആൻഡ് ഹാർഡ് ലക്ക്. ഇതാണ് നമ്മുടെ ബുക്ക്. ഇതിൽ എൻ്റെ എഴുതിയിൽ 2 ബുക്ക് ഉണ്ടായിരുന്നു. ഈ ലോങ് ഹാളും എൻ്റെ എഴുത്തുണ്ടായിരുന്നു, ലാസ്റ്റ് റോ എൻ്റെ എഴുത്തുണ്ടായി. ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് 2ഉം എൻ്റെ കയ്യിലുള്ള ബുക്കുകളായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ കാക്കനെന്ന്. കാക്ക ചെറുതായി പിള്ളേർ. കണ്ടോ, ഷാനി കാക്ക ഇതിൽ കുറെ വരച്ചൊക്കെ ചെയ്തിന്. അപ്പോൾ ഇത് കാക്കയായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഒരു മാസം 2 മാസം 3 മാസത്തിന് മുമ്പ് നമ്മൾ കോഴിക്കോട് നിന്നിട്ട് വാങ്ങിയതാണ്. പിന്നെ ഈ 2 ബുക്ക് എൻ്റെ അടുത്ത് സെയിം ഉണ്ടാണ്. ഞാൻ ഈ 2 ബുക്ക് ഞാൻ ലൈബ്രറിക്ക്, നമ്മുടെ സ്കൂളത്തെ നഴ്സറി സ്കൂളത്തെ ലൈബ്രറിക്ക് ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളത് അടുത്ത ലൈബ്രറിക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാധനം. ഇനി നമുക്ക് പഠിക്കാൻ തുടങ്ങിയ ഫ്രണ്ട്സ്. എനിക്ക് നാളെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്ക് രാത്രികളിലാണ് ഫ്രണ്ട്സ് ഞാൻ വായിക്കുക. ഞാൻ ഉറങ്ങുമ്പോഴാണ് കൂടുതൽ വായിക്കുക. പക്ഷെ ഞാൻ രാത്രി ഇപ്പോൾ സ്കൂള് പഠിച്ചൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങനെ അപ്പോഴാണ് ഞാനിത് വായിക്കാറ്. അപ്പോൾ ഇതൊക്കെ എടുക്കട്ടെ ഫ്രണ്ട്സ്. ഇതൊക്കെ ഇവിടെ എടുക്കട്ടെ. പിന്നെ ഫ്രണ്ട്സ്, വിംപിക്കിഡ് ലവേഴ്സ് ഉണ്ട്, കമന്റ് ചെയ്യുക. ആരെങ്കിലും വായിച്ചൊക്കെ ഫ്രണ്ട്സ്. കിടിലം ബുക്കാണ്. ഇനി നമുക്ക് നമ്മുടെ പഠിപ്പിലേക്ക് നീങ്ങാം. ഇത് വടി ഇരിക്കട്ടെ. നമ്മൾ പഠിപ്പിലേക്ക് ഞാൻ കാണിച്ചത്. എൻ്റെ ഭയങ്കര വെയിറ്റ് ആണ്. നമ്മളിത് അവിടെ ഇരുന്നു. എന്നിട്ട് ലൈറ്റൊക്കെ കൊണ്ടാണ് നമ്മുടെ ബുക്കൊക്കെ ഇതാണ്. ഇതെൻ്റെ ഹിന്ദി മലയാളമാണ്. പിന്നെ ഇതിലൊക്കെ ഞാൻ എൻ്റെ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് ഫ്രണ്ട്സ്. കണ്ടോ, മിൻഷാസ് വേൾഡ്. ഇത് ഞാൻ തന്നെയാണ്, പക്ഷെ ആനിമേറ്റഡ് രൂപത്തിലാണ് ഫ്രണ്ട്സ്. എൻ്റെ ശരിക്കത്തെ ഫോട്ടോ ഉണ്ട്, പക്ഷെ ഞാനത് ഇപ്രാവശ്യം ഒട്ടിച്ചില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒട്ടിച്ചിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഇതാക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഡയറി ഇതാണ് ഫ്രണ്ട്സ്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം നല്ല ഇതാണ് നമ്മുടെ നെസർട്ട് സ്കൂളിന്റെ ഡയറി. ഇപ്രാവശ്യം കുറച്ചും കൂടി ഭംഗിയായി ഫ്രണ്ട്സ്. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഒരു ബ്ലൂവും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ല ഭംഗിയുണ്ട് ഫ്രണ്ട്സ്. പിങ്ക്, പിന്നെ കുറെ ഇവിടെ ചിത്രമൊക്കെ ഉണ്ട്. പിന്നെ കുറെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൽ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്സ്, പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്കൂളിൽ പുതിയ റൂളും വന്നു. എല്ലാ ദിവസവും എടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ എഴുതി. എന്നിട്ട് നമ്മുടെ പാരൻസ് സൈന് വേണം ഫ്രണ്ട്സ്. കണ്ടോ, ഇത് നമ്മുടെ ഫാദറിന്റെ സൈനാണ്. പിന്നെ ടീച്ചർക്കും കാണിച്ചു കൊടുക്കണം. അങ്ങനെ കുറെ റൂൾസ് നമ്മുടെ സ്കൂളിൽ. ഇനി ഞാൻ ഇതിൻ്റെ പൗച്ചാണ്. ഇതാ നമ്മുടെ വേറെ ബുക്ക്. ഇത് സയൻസ് ആണ്. അപ്പോൾ ഇതിലാണ് എനിക്ക് ഫിസിക്സ് പഠിക്കാനുള്ളത് ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കെമിസ്ട്രി കാണിച്ചു തരാം. ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ ഞാൻ ഇവിടെ മൊത്തം എഴുതി വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ടീച്ചർ ഓരോരോ ഇമ്പോർട്ടൻറ്റ് പോയിസ് വരുമ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബുക്കുകൾ പറഞ്ഞത്. ഇനി കുറേ ബുക്കുണ്ട്. ഇത് ഞാൻ പോയിട്ടില്ല. ഇത് ശരിക്കും ഫിസിക്സിൻ്റെ ബുക്കാണ്. ഇതാണ് എനിക്കിത് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ ഫുള്ള് എനിക്ക് പഠിക്കണം. കണ്ടോ, ഞങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഇപ്പോൾ എല്ലാ വിഷയത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് കഴിഞ്ഞ എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ. ഇനി നമ്മളൊരു 9 മണി വരെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അത്ര തന്നെയാണ് ഫ്രണ്ട്സ്. ഇതായിരുന്നു നമ്മുടെ സ്കൂൾ റൂട്ടീൻ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങളുടെ പാഠങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കാക്കാൻ്റെ ഇൻസ്റ്റഗ്രാം ഇപ്പം തന്നെ ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വീണ്ടും ഒരിക്കലേ അപ്പോൾ എനിക്ക് കുറേ പഠിക്കാനും ഫ്രണ്ട്സ്. നാളെ സയൻസ്, ഫിസിക്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കട്ടെ ഫ്രണ്ട്സ്. ബൈ.